പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്ത്രവും ആധ്യാത്മികതയും, അതിൻ്റെ ഒരു സമന്വയം, അതിനെപ്പറ്റിയാണ്. ശാസ്ത്രവും ആധ്യാത്മികതയും എന്ന് കേൾക്കുമ്പോൾ വിരുദ്ധ ചേരിയിലുള്ള രണ്ട് സിദ്ധാന്തങ്ങളാണ് എന്ന് നമുക്ക് തോന്നും. ചില സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്നവരും യുക്തിവാദികളും അതിന് ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ശാസ്ത്രത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുക. അതിന് സ്വീകരിക്കുന്ന മാർഗം വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനുള്ളിലും ഒരു കുഞ്ഞു പ്രപഞ്ചം, അതായത് ഒരു മിനി കോസ്മോസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ബാഹ്യപ്രപഞ്ചത്തിലുള്ള സകലതും ഈ ആന്തരിക പ്രപഞ്ചത്തിലും അഥവാ സൂക്ഷ്മ പ്രപഞ്ചത്തിലും ഉണ്ട്. ഒരു ചെറിയ ആലിൻ കുരുവിൽ അത് മുളച്ചു വന്നാൽ ഉണ്ടാകാവുന്ന വലിയ ആൽമരവും അതിൻ്റെ പരമ്പരകളും എപ്രകാരം ഒളിഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ സകല സ്വഭാവ സവിശേഷതകളും രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ സൂക്ഷ്മ പ്രപഞ്ചത്തെ പഠിച്ചുകൊണ്ട് ബാഹ്യപ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതാണ് ആധ്യാത്മികത. ബാഹ്യപ്രപഞ്ചത്തിലെ വസ്തുക്കളെ കീറിമുറിച്ച് പരിശോധിച്ച് അവയുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതാണ് ആധുനിക ശാസ്ത്രം. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. പ്രപഞ്ചമാകുന്ന ഈ കാര്യത്തിൻ്റെ കാരണമെന്ത് എന്ന് കണ്ടുപിടിക്കുക. ശാസ്ത്രം സൃഷ്ടിയുടെ രഹസ്യം മാത്രം തേടുമ്പോൾ ആധ്യാത്മികത സൃഷ്ടിക്ക് പിന്നിലുള്ള സൃഷ്ടാവിൻ്റെ രഹസ്യത്തെയും തേടുന്നു. അതുമാത്രമേ വ്യത്യാസം. ഭാരതീയ വേദസംസ്കാരം ശാസ്ത്രത്തിൻ്റെയും ആധ്യാത്മികതയുടെയും സമഞ്ജസ സമ്മേളനമായിരുന്നു. 17-ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ഭൗതിക ശാസ്ത്ര പുരോഗതിയുടെ മുന്നേറ്റത്തിൽ ഇതിന് അല്പം ഇടിവ് സംഭവിച്ചു. ആധ്യാത്മികത ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു പ്രതിഭാസമായി ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ 2-3 ദശകങ്ങളിലെ ശാസ്ത്ര പുരോഗതി പരിശോധിച്ചാൽ വീണ്ടും ശാസ്ത്രം പുരാതന വേദസംസ്കാരത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരികയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ക്വാണ്ടം ഫിസിക്സും ഹിഗ്സ് ബോസൺ പാർട്ടിക്കിൾ, അതായത് ദൈവകണം, അതിൻ്റെ കണ്ടുപിടുത്തവുമെല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈശാവാസ്യം ഇദം സർവം, സകല ചരാചര വസ്തുക്കളുടെയും അടിസ്ഥാന തത്വം ഈശ്വര ചൈതന്യമാണ് എന്ന വേദവാക്യത്തിലാണ് ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്നത്. എന്താണ് ഈ ദൈവഗണം എന്ന് നമുക്കൊന്ന് നോക്കാം. ദി ഗോഡ് പാർട്ടിക്കിൾ എന്നാണ് അതിനവർ പേര് കൊടുത്തത്. പ്രപഞ്ച വസ്തുക്കൾ ആത്യന്തിക വിശകലനത്തിൽ ഊർജ കണികകൾ മാത്രമാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഈ ഊർജ കണികകളാണ് പിണ്ഡമായി അഥവാ മാസ്, മാറ്റർ, വസ്തുക്കളായി മാറിയത്, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചോൽപത്തിയുടെ സമയത്ത് ശൂന്യതയിൽ, അതായത് സ്പേസ്, അനന്തതയിൽ ഉണ്ടായ ഊർജ കണികകളാണ് പ്രപഞ്ചത്തിലെ എല്ലാ നിർമ്മിതികൾക്കും പിന്നിലെന്നും, എന്നാൽ തുടക്കത്തിൽ അവയ്ക്ക് പിണ്ഡം അഥവാ മാസ് ഉണ്ടായിരുന്നില്ല എന്നും അവയെല്ലാം പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന കണികകളായിരുന്നുവെന്നും ശാസ്ത്രം കണ്ടെത്തി. ഊർജ കണികകൾ, അതാണ് കണികാ സിദ്ധാന്തം എന്നാണ് അതിൻ്റെ പേര്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ പീറ്റർ ഹിഗ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് 1964 ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഈ കണികകൾക്കെല്ലാം അടിസ്ഥാനമായ ആദ്യത്തെ കണിക എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുമുണ്ടായി, അതിനെ പുനർസൃഷ്ടിക്കാനാകുമോ, അതായിരുന്നു അവരുടെ അടുത്ത അന്വേഷണം. അതിലേക്കായി ഭാരതീയ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസിൻ്റെ ചില നിഗമനങ്ങളും അവർക്ക് വഴികാട്ടിയായി.
അജ്ഞാതനായ ആ ആദ്യ ഊർജ കണികയ്ക്ക്, അതായത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ, ആ ഏറ്റവും ആദ്യമുണ്ടായ ആ ഊർജ കണികയ്ക്ക് അവർ ഹിഗ്സ് ബോസൺ എന്ന് പേര് വിളിച്ചു. ഹിഗ്സ് എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെയും നമ്മുടെ സത്യേന്ദ്ര ബോസ് എന്ന് പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെയും അവരുടെ രണ്ടുപേരുടെയും കണ്ടുപിടുത്തങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിഗ്സിൻ്റെയും ബോസിൻ്റെയും പേര് ചേർത്ത് ഹിഗ്സ് ബോസൺ എന്ന് പേര് വിളിച്ചു ആ അജ്ഞാതനായ ആ ഊർജ കണികയ്ക്ക്. ഈ കണ്ടെത്തലിന് പീറ്റർ ഹിഗ്സിന് 2013 നോബൽ സമ്മാനം ലഭിക്കുകയും ഉണ്ടായി. ഈ ഊർജ കണികയെ പരീക്ഷണശാലയിൽ പുനർസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകം തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരു ഊർജ കണികയാണ് ഇതിന് കാരണം എന്നവർ കണ്ടുപിടിച്ചു. പക്ഷേ അതിനെ കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ അതിനെ പുനർസൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകം തുടർന്നുകൊണ്ടിരുന്നു. അവരിൽ ഒരാളായിരുന്നു ലിയോൺ ലെഡർമാൻ എന്ന് പറയുന്ന ആൾ. ദീർഘകാലത്തെ പരീക്ഷണങ്ങൾ വിജയിക്കാതെ ആയപ്പോൾ അദ്ദേഹം നിരാശനായി. തൻ്റെ ശ്രമങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി. അതിന് കണ്ടെത്താനാകാത്ത ആ അജ്ഞാതനായ അത്ഭുത കണികയ്ക്ക് അദ്ദേഹം ദി ഗോഡ് പാർട്ടിക്കിൾ എന്ന് പേര് നൽകി. കാരണം അജ്ഞാതനാണ് ആ പാർട്ടിക്കിളിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അത് ഈശ്വരൻ്റെ കണിക എന്നവർ അതിന് പേര് കൊടുത്തു. അദ്ദേഹം ആരാണ് അദ്ദേഹം? ലിയോൺ ലെഡർമാൻ, അദ്ദേഹമാണ് ആ പേര് നൽകിയത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടും അതുതന്നെയായിരുന്നു, ദി ഗോഡ് പാർട്ടിക്കിൾ. അതിൻ്റെ മലയാള പരിഭാഷയാണ് ദൈവകണം, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ആദ്യ ഊർജകണം. അതാണ് ദി ഗോഡ് പാർട്ടിക്കിൾ. പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഏതാണ്ട് അരനൂറ്റാണ്ടിന് ശേഷം 2012 ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന യന്ത്രം ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഭൂഗർഭ തുരങ്കത്തിൽ വച്ച് ഗവേഷകർ നടത്തിയ കണികാപരീക്ഷണം വിജയിച്ചു. ഇതിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ പത്രത്തിലെല്ലാം അക്കാലത്ത് കണ്ടതാണ്. പ്രോട്ടോൺ കണങ്ങളെ 27 കിലോമീറ്റർ ചുറ്റളവിലുള്ള സഞ്ചാരപഥത്തിൽ വിപരീത ദിശകളിൽ പ്രകാശവേഗത്തിൽ പായിച്ച് കൂട്ടിയിടിപ്പിച്ച് ആ കണികകളെ അവർ പുനർസൃഷ്ടിച്ചു. ലോകം പീറ്റർ ഹിഗ്സിൻ്റെ കണ്ടുപിടുത്തത്തെ ശരിവച്ചു. പീറ്റർ ഹിഗ്സ് 1964 കണ്ടെത്തിയ ആ കാര്യം ഇവർ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് 2012 ഇത് അതിനെ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ പേരിലാണ് ഒരു വർഷത്തിന് ശേഷം 2012 ഇവർ ഈ കണിക സൃഷ്ടിച്ചു. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. പറഞ്ഞു വന്നത്, ശാസ്ത്രം ഇന്ന് എത്തി നിൽക്കുന്നത് ആധ്യാത്മികതയുടെ പാതയിലാണ് എന്നാണ്. അതായത് ഈ അജ്ഞാതനായ ഊർജ കണികയെ ദൈവഗണം എന്നാണ് അവർ പേര് വിളിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അത് ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈശ്വരനിൽ തന്നെയാണ്. നമുക്ക് സനാതനധർമ്മത്തിലെ പ്രപഞ്ച സങ്കല്പമനുസരിച്ച് ശിവം എന്ന സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്ന് പരാശക്തി എന്ന ഊർജ കണികകൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് സനാതനധർമ്മത്തിൻ്റെ തത്വമനുസരിച്ചാണ്. ഈ ഊർജ കണികകൾ പിണ്ഡമായി അഥവാ മാറ്റർ, വസ്തുക്കൾ ആയി മാറുന്നു. അങ്ങനെ ഈ ബാഹ്യപ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടിയുടെ തത്വം. അത് തന്നെയാണ് ശിവശക്തി സങ്കല്പം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്, ബിഗ് ബാങ് തിയറി. അത് തന്നെയാണ് ശിവശക്തി സങ്കല്പം എന്ന് പറയുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നതും അതുതന്നെയാണ്. പ്രകൃതി പുരുഷ സംയോഗം, സൃഷ്ടാവിൻ്റെയും സൃഷ്ടിയുടെയും മേളനം. ഇവിടെയാണ് ശിവൻ്റെ മൂന്നാം കണ്ണിൻ്റെ പ്രസക്തി. ഒരു കണ്ണുകൊണ്ട് ശാസ്ത്രത്തെ കാണുക, ആധുനിക ശാസ്ത്രത്തെ കാണുക, മറു കണ്ണുകൊണ്ട് ആധ്യാത്മികതയെ കാണുക. അദൃശ്യമായ മൂന്നാം കണ്ണുകൊണ്ട് അഥവാ ഉൾക്കണ്ണുകൊണ്ട് ഇവയെ സംയോജിപ്പിച്ച് കാണുവാൻ കഴിയുക. ഇവയെ രണ്ടും രണ്ടായി കാണാതെ അതിനെ സംയോജിപ്പിച്ച് കാണുവാൻ കഴിയുക. ഇത് തന്നെയാണ് ശരിയായ കാഴ്ചപ്പാട്.
നമുക്ക് ചുറ്റുമുള്ള ലോകം നോക്കിയാൽ ഇന്നത്തെ മനുഷ്യൻ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ പിരിമുറുക്കത്തിലാണ് സദാസമയം. ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥാനത്ത് ഭയവും നിരാശയുമാണ് അവനെ വേട്ടയാടുന്നത്. ശുഭപ്രതീക്ഷ, സന്തോഷം, ഉത്സാഹം, ആനന്ദം ഇവ ജീവിതത്തിൽ എത്തിപ്പിടിക്കാനാവാത്ത സംജ്ഞകളായി മാറിയിരിക്കുന്നു ഇന്ന് മനുഷ്യൻ. വില കുറഞ്ഞ വിനോദങ്ങളിൽ അവൻ ഏർപ്പെടുന്നു. വില കുറഞ്ഞ സാഹിത്യത്തിലും അക്രമവും ഹിംസയും നിറഞ്ഞ സിനിമകളിലും അവൻ ആത്മനിർവൃതി കണ്ടെത്തുന്നു. മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, വ്യഭിചാരം ആദിയായ ദുസ്വഭാവങ്ങൾ ആധുനികതയുടെ അളവുകോലുകളായി മാറുന്നു. വിപ്ലവവും കൊലപാതക രാഷ്ട്രീയവും സാമൂഹ്യ പുരോഗതിയുടെ ചൂണ്ടുപലകകളായി ഗണിക്കപ്പെടുന്നു. കുടുംബങ്ങളിൽ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും ഒരുമയും വിരളമായി തീർന്നുകൊണ്ടിരിക്കുന്നു ഇക്കാലത്ത്. വിവാഹമെന്ന സങ്കല്പത്തിൻ്റെ പവിത്രതയും മൂല്യവും നഷ്ടപ്പെട്ട് വെറുമൊരു കച്ചവട കരാറായും കേവലം ജൈവശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് ബയോളജിക്കൽ നീഡ്സ്, അതിനു വേണ്ടിയുള്ള ഉടമ്പടിയായും മാറുന്നു വിവാഹം. ഇപ്പോൾ അതും വേണ്ട, ലിവിങ് ടുഗദർ എന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ വേർപിരിയാം. യൂസ് ആൻഡ് ത്രോ പോളിസിയാണ് ഇപ്പോൾ വിവാഹബന്ധത്തിലും. സ്നേഹം, കരുണ, ത്യാഗം എന്നിവയാണ് ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നത്. എന്നാൽ ഇന്ന് അതെല്ലാം പോയിരിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ ശത്രുക്കളെപ്പോലെ പെരുമാറുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടതായ കുടുംബത്തിൽ ഇന്ന് ഭൂകമ്പമാണ് കാണുന്നത്. കുട്ടികളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ അയച്ചാൽ മാതാപിതാക്കൾ അവരെ നിഴൽ പോലെ പിന്തുടരേണ്ട അവസ്ഥയാണിന്ന്. അല്ലെങ്കിൽ അവർ മയക്കുമരുന്നിലേക്കോ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കോ വലിച്ചിഴയ്ക്കപ്പെട്ടേക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR നടത്തിയ ഒരു സർവേ അനുസരിച്ച് 30% കോളേജ് വിദ്യാർത്ഥികളും മയക്കുമരുന്നുകൾക്ക് അടിമയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ ജീവിതം പരിശോധിച്ചാൽ രാഷ്ട്രീയ അരാജകത്വം, സാമ്പത്തിക ക്രമക്കേടുകൾ, ചൂഷണം, തൊഴിൽ തർക്കങ്ങൾ ഇവ മൂലം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. അന്തർദേശീയ രംഗത്താകട്ടെ രാജ്യങ്ങൾ പരസ്പരം പോരാടുന്നു. ഓരോ രാജ്യവും ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോകം എപ്പോഴും യുദ്ധഭീഷണിയുടെ നിഴലിലാണ്. എവിടെയും അരക്ഷിതാവസ്ഥയാണ്. പരസ്പര വിശ്വാസം രാഷ്ട്രങ്ങൾ തമ്മിലും നഷ്ടപ്പെട്ടു. അങ്ങനെ മനുഷ്യരാശി മുഴുവനും ആത്മീയവും ഭൗതികവും സദാചാരപരവുമായ ഒരു സന്നിഗ്ധ അവസ്ഥയിലാണ്. മനുഷ്യകുലത്തിൻ്റെ ഭാവിയെ ഓർത്ത് സർവരും വ്യാകുല ചിത്തരാണ്. ഇത്രമാത്രം മാനസിക പീഡയും പിരിമുറുക്കവും അനുഭവിച്ചിട്ടുള്ള ഒരു കാലം മനുഷ്യരാശി മുൻപ് അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിനി കൂടിക്കൂടി വരികയേ ഉള്ളൂ. ശാസ്ത്രവും ജീവിതവും തമ്മിലുള്ള ബന്ധം നോക്കാം. മനുഷ്യകുലത്തിന് ഇപ്രകാരം ഭീതിയും അസ്വസ്ഥതയും വിതയ്ക്കുന്ന ശക്തികളുടെ ഉറവിടം എവിടെയാണ്? മനുഷ്യൻ പുരോഗതിയുടെ ചക്രവാളങ്ങൾ അനുസ്യൂതം വെട്ടിപ്പിടിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു നൂറ്റാണ്ട് മുൻപ് വരെ അവൻ്റെ ഭ്രാന്തമായ ഭാവനകൾക്ക് പോലും കടന്നു ചെല്ലാനാവാത്ത മേഖലകളിലേക്കാണ് ഇന്ന് ശാസ്ത്രം കുതിച്ചെത്തിയിരിക്കുന്നത്. ആറ്റം യുഗം, ശൂന്യാകാശയുഗം, ജെറ്റ് യുഗം, കമ്പ്യൂട്ടർ യുഗം എല്ലാം പിന്നിട്ട് ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI യുഗത്തിൽ എത്തി നിൽക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിലെ വമ്പൻ നേട്ടങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യം, സമ്പത്ത്, ക്ഷേമം എന്നീ രംഗങ്ങളിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഭൗതികമായ ഈ നേട്ടങ്ങളെല്ലാം ചേർത്താണ് ശാസ്ത്ര പുരോഗതി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതവൻ്റെ ജീവിതത്തിൽ ധാരാളം സുഖ സൗകര്യങ്ങളും വിനോദങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക മേഖലയിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. ധവള വിപ്ലവത്തിലൂടെ ക്ഷീര വ്യവസായ രംഗത്ത് വമ്പൻ മുന്നേറ്റം നടത്താൻ സാധിച്ചു. നീല വിപ്ലവത്തിലൂടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും അവ സംസ്കരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പുതിയ വാതിലുകൾ തുറക്കപ്പെട്ടു. സാമ്പത്തിക രംഗം വളർന്നതോടുകൂടി വലിയ വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. ശാസ്ത്ര പുരോഗതിയുടെ ഫലമായി വീടുകളിൽ
ഫാൻ, കൂളർ, എയർ കണ്ടീഷണർ, ഹീറ്റർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് തുടങ്ങിയ എല്ലാ ആധുനിക സംവിധാനങ്ങളും ലഭ്യമായി. അടുക്കളയിൽ വിറകിന് പകരം പെട്രോളിയം ഗ്യാസായി. ഭക്ഷണം പാകം ചെയ്യാൻ ഇൻസ്റ്റൻറ്റ് മസാലക്കൂട്ടുകൾ, സ്റ്റൗ, കുക്കർ, മിക്സർ, ഗ്രൈൻഡർ തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ലാൻഡ് ഫോണുകൾ അപ്രത്യക്ഷമായി മൊബൈൽ ഫോൺ രംഗത്ത് ഭയങ്കര കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. പഴയകാലത്തെ കാസറ്റുകൾ, VCRകൾ, CD ഇവയെല്ലാം കാലഹരണപ്പെട്ടു. ഇന്ന് റേഡിയോയും മ്യൂസിക് സിസ്റ്റം പോലും ആവശ്യമില്ലാതായി. എല്ലാം മൊബൈൽ ഫോണിലൂടെ ലഭ്യമായി. ഡിജിറ്റൽ യുഗമാണ്. AI വരവോടെ സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയായി. ഫാക്ടറികളിൽ തൊഴിലാളികളുടെ ആവശ്യമില്ലാതെയായി. എല്ലാം റോബോട്ടുകൾ അഥവാ യന്ത്രമനുഷ്യനാണ് ചെയ്യുന്നത്. വൈദ്യശാസ്ത്ര രംഗത്തും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ലേസർ ചികിത്സയും റോബോട്ടിക് സർജറിയും എല്ലാം സാധാരണമായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ പരീക്ഷണശാലകളിൽ വളർത്തിയെടുക്കാമെന്ന് വരെ ആയിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഈ മുന്നേറ്റം അതിഗംഭീരം എന്ന് പറയാതിരിക്കാനാവില്ല. ഒരു വശത്ത് ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ, മനുഷ്യജീവിതം സുഖകരമാക്കുമ്പോൾ, മറുവശത്ത് മനുഷ്യജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. പരസ്പര വിശ്വാസമില്ലാതെയാകുന്നു. ജീവിത മൂല്യങ്ങൾക്ക് വിലയില്ലാതെയാകുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെടുന്നു. ധാർമ്മികതയും സദാചാരവും എങ്ങോ പോയി മറയുന്നു. മനുഷ്യനും യന്ത്രങ്ങളെപ്പോലെ ആയിത്തീരുന്നു. സ്നേഹം, കരുണ, ദയ തുടങ്ങിയ മൃദുല വികാരങ്ങൾക്ക് വിലയില്ലാതെയാകുന്നു. അധികം വൈകാതെ നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രമനുഷ്യർ യഥാർത്ഥ മനുഷ്യനെ അടക്കി വാഴുന്ന കാലമാണിനി വരാൻ പോകുന്നത്. ഈ വിപത്തിനെ തടുക്കണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ സ്വത്വത്തിലേക്ക്, ആത്മീയതയിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ശാസ്ത്രീയ നേട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശിലായുഗത്തിലേക്ക് മടങ്ങണം എന്നല്ല അതിനർത്ഥം. ആത്മീയ അടിത്തറയുള്ള ശാസ്ത്രവും ശാസ്ത്രീയ അടിത്തറയുള്ള ആത്മീയതയുമാണ് നമുക്കാവശ്യം. ശാസ്ത്രവും ആത്മീയതയും കൈകോർത്തു പോകുന്ന ഒരു ലോകത്തിന് ഭാവിയുണ്ടാകും. ഒരു മൂന്നാം കണ്ണുകൊണ്ട് ഇവയെ സംയോജിപ്പിച്ച് കാണുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വിഷയമായി വീണ്ടും വരാം.